കോളേജ് വെക്കേഷന് നാട്ടിൽ വന്ന ചെറുപ്പക്കാരൻ ഒരു സിനിമയിൽ നായകനാവുന്നു. ചിത്രം കീറിയങ്ങ് കൊളുത്തുന്നു. ആ വെക്കേഷനും ചിത്രവും അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്നു. അതോടെ അവൻ പഠനത്തിന് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. സിനിമ തന്നെയാണ് തൻ്റെ ജീവിതമെന്ന് ആ 18കാരൻ മനസ്സിലാക്കുന്നു. പിന്നീട് അവൻ നായകനായി നിരവധി സിനിമകൾ, പലതും ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റം നടത്തുന്നു. മമ്മൂട്ടി മോഹൻലാൽ യുഗത്തിന് ശേഷം അവനാകും മലയാള സിനിമയെ നയിക്കുക എന്നുവരെ സംസാരമുണ്ടാകുന്നു. ആദ്യ ചിത്രത്തിൻ്റെ റിലീസ് സമയത്ത് തന്നെ ആ മുഖവും മാനറിസങ്ങളും കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. പതിറ്റാണ്ടുകളായി ബിഗ് സ്ക്രീനിൽ മലയാളിയെ വിസ്മയിപ്പിച്ച സുകുമാരൻ്റെ രണ്ടാമത്തെ മകൻ അച്ഛനേക്കാൾ ആരാധകരെ ഉണ്ടാക്കി. ഫാൻ ഡയറിയുടെ ഈ താൾ അയാളെക്കുറിച്ചാണ്. പൃഥ്വിരാജ് സുകുമാരൻ. സ്വാഗതം ഫാൻ ഡയറിയിലേക്ക്. രണ്ടായിരത്തി ക്രിസ്മസ് റിലീസാണ്. ഡിസംബർ 20 തിയേറ്ററിലെത്തിയത് 5 ചിത്രങ്ങളായിരുന്നു. പുതുമുഖങ്ങളെ അണിനിരത്തി കമലിൻ്റെ നമ്മൾ, ഷാഫി ദിലീപ് കൂട്ടുകെട്ടിൽ കോമഡി എൻ്റർടൈനർ കല്യാണരാമൻ, സത്യനാന്തിക്കാട് ജയറാം ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധക്ക്, മോഹൻലാലിൻ്റെ ചതുരംഗം, പിന്നെ രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ നന്ദനവുമാണ് തിയേറ്ററിലെത്തിയത്. അതിൽ ചതുരംഗം ഒഴികെ 4 ചിത്രവും തിയേറ്ററിൽ ആളെ നിറച്ചു. വെറും ഹിറ്റല്ല, ഒപ്പമിറങ്ങിയ 4 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റായ വർഷം. മലയാളം അതുവരെ അങ്ങനെ ഒരു ക്ലാഷ് വിന്നറിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. നന്ദനം ഒരു പടി കൂടി മുന്നിൽ നിന്നു. നന്ദനത്തിൻ്റെ ഓളം വർഷങ്ങളോളം നിലനിന്നു. ആ ചിത്രത്തിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയുടെ നായക നിരയിലേക്ക് അതിവേഗത്തിലാണ് ഓടിക്കേറിയത്. അവൻ അച്ഛൻ്റെ മകൻ തന്നെയെന്ന് പലരും പറഞ്ഞു. 22 വർഷത്തെ സിനിമാ ജീവിതം, 100-ലധികം സിനിമകൾ, ദേശീയ അവാർഡ്, 3 സംസ്ഥാന അവാർഡുകൾ, ഒരു തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്, സൗത്ത് ഫിലിം ഫെയർ അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടി മലയാളത്തിൻ്റെ മുൻനിര നായകന്മാരിൽ പൃഥ്വിരാജുണ്ട്. താരദമ്പതികളായ സുകുമാരൻ്റെയും മല്ലിക സുകുമാരൻ്റെയും മകനായി 1982 ഒക്ടോബർ 16 പൃഥ്വിരാജിൻ്റെ ജനനം. മക്കൾ 2 പേരും നന്നായി പഠിക്കണമെന്നായിരുന്നു മാതാപിതാക്കൾക്ക് ആകെയുണ്ടായിരുന്ന ആഗ്രഹം. അമ്മ തന്നെയായിരുന്നു 2 ആൺമക്കളുടെ മുഴുവൻ കാര്യവും നോക്കിയിരുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് സുകുമാരൻ തിരക്കിലായിരുന്നു. വീട്ടിലേക്ക് വിളിക്കുമ്പോഴെല്ലാം മക്കളുടെ പഠനത്തെക്കുറിച്ച് മാത്രമായിരുന്നു സുകുമാരൻ ചോദിച്ചിരുന്നത്. സുകുമാരനും കുടുംബവും തമിഴ്നാട്ടിലായിരുന്നു താമസം. ചെന്നൈയിലെ ടി നഗറിലെ ശ്രൈൻ വൈലാങ്കണ്ണി സീനിയർ സെക്കൻഡറി സ്കൂളിലും കൂനൂരിലെ സെൻറ്റ് ജോസഫ്സ് ബോയ്സ് സ്കൂളിലുമായിരുന്നു പൃഥ്വിരാജിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. കുടുംബം കേരളത്തിലേക്ക് മാറിയപ്പോൾ പൃഥ്വിയെ പെരുന്തണ്ണി NSS പബ്ലിക് സ്കൂളിൽ ചേർത്തു. തുടർന്ന് പൂജപ്പുരയിലെ സെൻറ്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിലേക്ക്. അവിടെ സ്കൂളിൻ്റെ വാർഷിക ദിനാഘോഷങ്ങൾക്കായി നാടകങ്ങളിലും സ്കിറ്റുകളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു പൃഥ്വി. കഴക്കൂട്ടത്തെ സൈനിക സ്കൂളിലും കൊടുങ്ങാനൂരിലെ ഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർച്ചയായി തിരുവനന്തപുരം ലയോള സ്കൂൾ ആതിഥേയത്വം വഹിച്ച വാർഷിക ഇന്റർ സ്കൂൾ കലോത്സവത്തിൽ മിസ്റ്റർ LA ഫസ്റ്റ് കിരീടം നേടിയ പൃഥ്വിരാജ് 2 തവണ ആ കിരീടം നേടിയ ഒരേയൊരു വ്യക്തി കൂടിയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ സർവകലാശാലയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദത്തിന് പൃഥ്വിരാജ് ചേർന്നു. അതിനിടയ്ക്കുള്ള വെക്കേഷന് നാട്ടിൽ വന്നപ്പോഴാണ് ഫാസിലിൻ്റെ ഓഡിഷനും പിന്നീട് നന്ദനത്തിൽ നായകനുമാവുന്നത്. നന്ദനത്തിലേക്ക് പൃഥ്വി എത്തിയ കഥ രസകരമാണ്. അതിങ്ങനെയാണ്. വർഷം 2001. ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കെ പൃഥ്വിരാജ് വെക്കേഷന് നാട്ടിൽ വന്നതാണ്. അപ്പോഴാണ് സംവിധായകൻ ഫാസിൽ തൻ്റെ പുതിയ ചിത്രത്തിനായി ഒരു ഓഡിഷൻ സംഘടിപ്പിക്കുന്നത്. അതിൽ പൃഥ്വിരാജും പങ്കെടുത്തു. പക്ഷേ എന്തുകൊണ്ടോ ആ പ്രൊജക്റ്റ് നടന്നില്ല. പൃഥ്വിയുടെ വീഡിയോയും ഫോട്ടോസും ഫാസിലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതാണ് ഈ കഥയുടെ ഫസ്റ്റ് ഹാഫ്. സംവിധായകൻ രഞ്ജിത്ത് ഒരു ഡിവോഷണൽ ലവ് സ്റ്റോറി പ്ലാൻ ചെയ്യുകയാണ്. കണ്ടുപരിചയിച്ച മുഖങ്ങൾ വേണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. നടൻ സിദ്ദീഖും രഞ്ജിത്തും തന്നെ ചിത്രം നിർമ്മിക്കാനും ധാരണയായി. തിരക്കഥ പൂർത്തിയാക്കിയ രഞ്ജിത്ത് തൻ്റെ നായകനും നായികയെയും കണ്ടെത്താനാവാതെ കുഴഞ്ഞു. ഇനി ആരെ അഭിനയിപ്പിക്കും എന്നതായി ചിന്ത. ഫാസിലിനോട് തൻ്റെ ചിന്ത പങ്കുവെക്കുകയും ചെയ്തു രഞ്ജിത്ത്. അപ്പോഴാണ് ഫാസിൽ തൻ്റെ അടുത്ത് ഓഡിഷന് വന്ന ആ ചെറുപ്പക്കാരൻ്റെ മുഖം മനസ്സിൽ തെളിയുന്നത്. സുകുമാരൻ ചേട്ടൻ്റെ രണ്ടാമത്തെ മകനെ ഒന്ന് കണ്ടു നോക്ക്, ചിലപ്പോൾ നിൻ്റെ കഥയ്ക്ക് അവൻ പറ്റുമായിരിക്കും. സിദ്ദീഖിനോട് അവൻ്റെ കാര്യം രഞ്ജിത്ത് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് മല്ലിക സുകുമാരനെ വിളിക്കുന്നു. രഞ്ജിത്ത് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, മോനോട് ഒന്ന് പോയി കാണാൻ പറയണം. അപ്പോഴും മല്ലിക സുകുമാരൻ വിചാരിച്ചത് ഇന്ദ്രജിത്ത് ആണെന്നാണ്. ഇന്ദ്രനെ അല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അല്ല, താഴെയുള്ള പൃഥ്വിയാണെന്ന് സിദ്ദീഖ് തിരുത്തി. പിറ്റേ ദിവസം രാവിലെ പുറത്തെ കോളിംഗ് ബെല്ല് കേട്ടാണ് രഞ്ജിത്ത് ഉണർന്നത്. വാതിൽ തുറന്നപ്പോൾ ഒരു 19കാരൻ ചേട്ടാ ഞാൻ മല്ലിക സുകുമാരൻ്റെ മകൻ എന്നാണ് ആകെ പറഞ്ഞത്. അതുമാത്രമേ വേണ്ടി വന്നുള്ളൂ രഞ്ജിത്തിന് തൻ്റെ നായകനായി അവനെ പരിഗണിക്കാൻ. താൻ എഴുതി വെച്ചത് സ്ക്രീനിലെത്തിക്കാൻ ഇതിനേക്കാൾ പറ്റിയ വേറെ ആളില്ലെന്ന് രഞ്ജിത്തിന് അപ്പോൾ തന്നെ തോന്നി.
പിന്നീട് അഭിനയിക്കാൻ വന്ന സമയത്ത് പറയുന്ന സീനുകൾ അവൻ ഭംഗിയായി ചെയ്തു. ഒരു പുതുമുഖത്തിൻ്റെ പതർച്ച എങ്ങും കണ്ടതേയില്ല. ഏറെ തഴക്കം വന്ന അഭിനേതാവിനെ പോലെയായിരുന്നു അവൻ. 19 വയസ്സ് മാത്രം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അതിനേക്കാൾ പക്വതയുണ്ടായിരുന്നു പൃഥ്വിക്ക്. അന്നും പൃഥ്വി കോൺഫിഡൻ്റായി തന്നെ എല്ലാം ചെയ്തു. അവസാനം ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ടായിരുന്നു. പൃഥ്വിരാജ് തന്നെ ഡബ്ബ് ചെയ്താൽ ശരിയാവുമോ എന്ന് സിദ്ദീഖിന് തോന്നി. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പൃഥ്വി തന്നെ ആ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്യുകയും ചെയ്തു. ആദ്യം അഭിനയിച്ചത് നന്ദനത്തിലാണെങ്കിലും ആദ്യം തിയേറ്ററിലെത്തിയ ചിത്രം അതായിരുന്നില്ല. അതായത് അഭിനയിച്ച ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പേ മറ്റു ചിത്രങ്ങളിലേക്കുള്ള നായകനായുള്ള വിളി വന്നു. സംവിധായകൻ രാജസേനൻ്റെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ട് ഒരു രാജകുമാരി എന്ന ചിത്രമാണ് പൃഥ്വിയുടേതായി ആദ്യം തിയേറ്ററിലെത്തുന്നത്. ചിത്രം അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. തുടർന്ന് ആക്ഷൻ ഹീറോ ആയി സ്റ്റോപ്പ് വയലൻസും വന്നു. അതിലെ സാത്താൻ എന്ന പൃഥ്വി കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും തിയേറ്ററിൽ തകരാനായിരുന്നു ആ ചിത്രത്തിൻ്റെയും വിധി. എന്നാൽ ആദ്യമായി അഭിനയിച്ച നന്ദനം തിയേറ്ററിലെത്തിയതോടെ കളി മാറി. നന്ദനത്തിൻ്റെ വലിയ വിജയം പൃഥ്വിരാജ് എന്ന നായക നടൻ ഉണ്ടാക്കി കൊടുത്ത മൈലേജിന് കയ്യും കണക്കുമില്ല. കേരളത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ പലതിലും 100 ദിവസം പിന്നിട്ടായിരുന്നു നന്ദനത്തിൻ്റെ പ്രദർശനം. ചിത്രത്തിലെ ഗാനങ്ങളും വമ്പൻ ഹിറ്റായി. നന്ദനത്തിൻ്റെ ഓളം വർഷങ്ങളോളം നീണ്ടുനിന്നു. പിന്നാലെ ഇറങ്ങിയ ഭദ്രൻ ചിത്രം വെള്ളിത്തിര, വിനയൻ ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും, കമലിൻ്റെ സ്വപ്നക്കൂടി എന്നിങ്ങനെ തുടർച്ചയായി 3 ചിത്രങ്ങൾ തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ പൃഥ്വിരാജ് എന്ന നായക നടൻ്റെ താരമൂല്യം കുതിച്ചുയർന്നു. ലോഹിതദാസിൻ്റെ ചക്രം ബോക്സ് ഓഫീസിൽ വീണെങ്കിലും തുടർച്ചയായി വിനയൻ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും ഒരുമിച്ച ചിത്രങ്ങളെല്ലാം തിയേറ്റർ ഭരിച്ചു. മീരയുടെ ദുഃഖത്തിന് ശേഷം തൊട്ടടുത്ത വർഷം വെള്ളി നക്ഷത്രത്തിൽ, അതിനടുത്ത വർഷം അത്ഭുത ദ്വീപിലും 3 വിനയൻ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റായി. എന്നാൽ ഇതിനുശേഷം കൃത്യവും പോലീസും തുടങ്ങി കുറച്ചധികം ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ കാലിടറി. എന്നാൽ യഥാർത്ഥത്തിൽ പൃഥ്വിയുടെ വർഷം 2006 ആയിരുന്നു. 2 ചിത്രങ്ങൾ. പൃഥ്വി എന്ന നായക നടൻ മലയാള സിനിമയിൽ ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലെ യുവനടന്മാരിൽ ഒരാളായി മാറിയ വർഷം. പത്മകുമാറിൻ്റെ സംവിധാനത്തിനൊരുങ്ങിയ വാസ്തവത്തിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം. ബോക്സ് ഓഫീസിനെ കുലുക്കിയ ക്ലാസ്മേറ്റ്സിലെ നായകൻ. അങ്ങനെ 2006 പൃഥ്വിരാജ് എന്ന നടനെ മലയാള സിനിമയിലെ അഭിവാജ്യ ഘടകമാക്കി മാറ്റി. പിന്നെയും പരാജയങ്ങൾ. അവിടെ പൃഥ്വിയുടെ രക്ഷകനായി എത്തുന്നത് ഷാഫിയാണ്. ചോക്ലേറ്റും ലോലിപോപ്പും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ദീപൻ സംവിധാനം ചെയ്ത പുതിയ മുഖത്തിലൂടെയാണ് മാസ് ഹീറോയിലേക്കുള്ള പൃഥ്വിയുടെ തിരിച്ചുവരവുണ്ടാകുന്നത്. അതിനുശേഷം യങ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിനും അദ്ദേഹം അർഹനായി. പൃഥ്വിയുടെ കരിയർ നോക്കൂ. പരാജയങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുമ്പോഴും ഇടയ്ക്ക് ബോക്സ് ഓഫീസിനെ കുലുക്കുന്ന ചിത്രവുമായി അയാൾ അവതരിക്കും. ബോക്സ് ഓഫീസിൽ മുന്നേറ്റം നടത്താനാവുന്ന ചിത്രങ്ങൾ മാത്രം അയാൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ കരിയറിൻ്റെ തുടക്കത്തിൽ ആദ്യ 10 വർഷം പൃഥ്വിരാജ് അഭിനയിച്ച സമാന്തര സിനിമകൾക്ക് കയ്യും കണക്കുമില്ല. അയാൾ തന്നിലെ നടനെ അതിലൂടെ മിനുക്കിയെടുക്കുകയായിരുന്നു. 2011 അമൽ നീരദിനൊപ്പം എത്തിയ അൻവർ കൂടി തിയേറ്ററിലെത്തിയതോടെ പൃഥ്വിരാജ് എന്ന സ്റ്റാറിൻ്റെ മൂല്യം 10 മടങ്ങ് വർദ്ധിച്ചു. ആ വർഷം തന്നെ രഞ്ജിത്തിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ ഇന്ത്യൻ റുപ്പി ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളിയായ പൃഥ്വി നാഷണൽ അവാർഡ് കൂടി സ്വന്തമാക്കി. 2012 ആയിരുന്നു പൃഥ്വിയുടെ ഭാഗ്യവർഷം. അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ്, മുംബൈ പോലീസ് എന്നീ ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം പൃഥ്വിയെ തേടി വീണ്ടും എത്തി. ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ സ്വീകരിക്കപ്പെട്ടു. കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് മുംബൈ പോലീസിലെ ആ ഗേ കഥാപാത്രം അയാൾ സ്വീകരിക്കുന്നത്. പിന്നാലെ എത്തിയ 7 ഡേയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി എന്ന് നിന്നെ മൊയ്തീൻ സംഭവിക്കുന്നത് 2015 അത് കെട്ടടങ്ങും മുമ്പേ അമർ അക്ബർ അന്തോണിയും അനാർക്കലിയും പാവാടയും വന്നു. പണം വാരുന്ന ചിത്രങ്ങളിൽ നായക നടന് അപ്പോൾ പൃഥ്വിയുടെ മുഖമായിരുന്നു. പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇടയ്ക്കിടെ എസ്രയും അയ്യപ്പനും ഘോഷിയും ജനഗണമനയും കടുവയുമൊക്കെയായി പൃഥ്വി ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ചിത്രത്തിനായി ഒരു നടനെടുക്കുന്ന എഫേർട്ട് എത്രയായിരിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആടുജീവിതം. ബോക്സ് ഓഫീസിൽ ആ ചിത്രം എങ്ങനെ അടയാളപ്പെടുത്തിയാലും മലയാള സിനിമാ ചരിത്രത്തിൽ പൃഥ്വിരാജിൻ്റെ നജീബും ആടുജീവിതവും ബ്ലസിയും തങ്കലിപികളാൽ തങ്ങളുടെ പേര് എഴുതി ചേർക്കുമെന്ന് ഉറപ്പാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു നടനായിരിക്കണം. 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പൃഥ്വി പറഞ്ഞ കാര്യമാണിത്. ആ വാക്കുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്ന തരത്തിലാണ് ആ നടൻ്റെ കരിയർ. തമിഴിലും തെലുങ്കിലും അയാൾ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. പാൻ ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത കാലത്തും പൃഥ്വി അവിടെ പോയി തിളങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കമായിരുന്നു KV ആനന്ദ് സംവിധാനം ചെയ്ത കനാക്കണ്ടെ. ഭാഗ്യരാജിൻ്റെ പാരിജാതവും രാധാമോഹൻ സംവിധാനം ചെയ്ത മൊഴിയും പൃഥ്വിയിലെ റൊമാൻറ്റിക് നായകനെ തമിഴ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ സിനിമകളായിരുന്നു. സത്തം പോടാതെ, കണ്ണാമൂച്ചി എന്നട, വെള്ളിത്തിരൈ, ക്ലാസ്മേറ്റ്സിൻ്റെ തമിഴ് പതിപ്പായ നിന്നൈ താലെ എനിക്കും ഉൾപ്പെടെ പോകുന്നു ആ നിര. വീണ്ടും തമിഴിൽ പൃഥ്വിക്കൊരു ബ്രേക്ക് നൽകുന്നത് മാസ്റ്റർ ഡയറക്ടർ മണിരത്നത്തിൻ്റെ രാവണനായിരുന്നു. അവിടം കൊണ്ട് അയാൾ അവസാനിപ്പിച്ചില്ല. ഹിന്ദിയിലേക്കുള്ള എൻട്രി അയ്യയിലൂടെ. അന്ന് നോർത്തിൽ മാധ്യമങ്ങൾ പൃഥ്വിയെ വിശേഷിപ്പിച്ചത് കലാ സൽമാൻ എന്നായിരുന്നു. അർജുൻ കപൂർ നായകനായ ഔറംഗസേബ് ആയിരുന്നു
ഹിന്ദിയിൽ പൃഥ്വിയുടെ രണ്ടാം ഊഴം, തുടർന്ന് നാം ഷബാന, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാനാവുന്നു എന്നതാണ് പൃഥ്വിയുടെ സവിശേഷതയായി പലരും പങ്കുവച്ചിരുന്നത്. അവസാനം ലോകമൊട്ടാകെ ആഘോഷമായി റിലീസിലെത്തിയ സലാറിലൂടെയും പൃഥ്വി തിളങ്ങി. മലയാളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ സ്റ്റാർ താനാണെന്ന് അയാൾ പറയാതെ പറയുകയായിരുന്നു ഈ ചിത്രങ്ങളിലൂടെയെല്ലാം. മലയാളം ഏത് ചിത്രത്തിനാണ് കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ണുംപൂട്ടി പറയുന്ന ചിത്രം എമ്പുരാൻ എന്ന് തന്നെയാവും. കാരണം ലൂസിഫർ ഉണ്ടാക്കിയ ഓളം അത്ര വലുതാണ്. ബോക്സ് ഓഫീസിന് തീയിട്ട സ്റ്റീഫൻ നെടുമ്പള്ളിയെ മലയാളിക്ക് സമ്മാനിച്ചത് പൃഥ്വിരാജാണ്. ഒരാളുടെ ആദ്യ സിനിമ ബോക്സ് ഓഫീസിൽ ചരിത്രം രചിക്കുക, മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതുക. മലയാളം ഇതുവരെ കണ്ട ഏറ്റവും ഉയർന്ന ബജറ്റിലുമാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെ ഒരുക്കുകയും ചെയ്യുന്നു. ഒരു മലയാള ചിത്രം മറ്റു ഭാഷകളുടെ ബിസിനസ് സാധ്യതകൾക്കൊപ്പം ഉയർത്തി നിർത്താൻ അയാൾക്ക് കഴിയൂ എന്ന് ഇൻഡസ്ട്രിക്ക് നല്ലതുപോലെ അറിയാം. സിനിമ എന്ന ബിസിനസ്സിനെ കാലങ്ങളായി കാണുന്ന പരിധികൾക്കപ്പുറം കൊണ്ടുപോകാൻ നിർമ്മാണത്തിലൂടെയും സംവിധാന സംരംഭത്തിലൂടെയും പൃഥ്വിരാജ് ശ്രമിക്കുകയാണ്. അതെ, അയാൾ പ്രവചിച്ചതുപോലെ തന്നെ തൻ്റെ 40-ാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ മനസ്സിലുറപ്പിച്ചതെല്ലാം സാധിച്ച് തൻ്റെ കരിയറിലെ ഏറ്റവും എക്സിസ്റ്റിംഗ് ആയ ഫേസിലാണ് പൃഥ്വിരാജ് എന്ന താരം ഇന്ന് എത്തി നിൽക്കുന്നത്. ഇടയ്ക്ക് ഇൻ്റർവ്യൂകളിലും ട്രോൾ വീഡിയോകളിലും അയാൾ നിരന്തരം പരിഹാസത്തിന് പാത്രമായി. ചില തുറന്നു പറച്ചിലുകൾ അയാളെ അഹങ്കാരിയാക്കി മുദ്രകുത്തി. മലയാള സിനിമ ഭ്രഷ്ട് കൽപ്പിച്ച സമയത്ത് വിനയൻ സിനിമകളിലെ നായകനായി. സ്ക്രീനിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന പേര് തെളിയുമ്പോൾ തന്നെ അയാളുടെ മുഖം കാണിക്കുമ്പോഴും തിയേറ്ററിൽ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചിടത്തു നിന്ന് ഇന്ന് മലയാള സിനിമയുടെ വാണിജ്യ സാധ്യതകൾക്ക് പുതിയ ഉത്തരം തീർക്കുന്ന ഫിലിം മേക്കറും നായകനുമായി അയാൾ വളർന്നെത്തിയിരിക്കുന്നു. കഴിവും കഠിനാധ്വാനവും കൈമുതലായി ഉണ്ടെങ്കിൽ കളിയാക്കി ചിരിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കാമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പൃഥ്വിരാജിൻ്റെ കരിയർ.